നമസ്തേ, ഞാൻ അമ്പിളി ഗോപകുമാർ. ഏവർക്കും ഗംഗോത്രി വേദിസിലേക്ക് സ്വാഗതം. 2025 ആണ്ട്, അതായത് ഈ വർഷം മാർച്ച് 29 ശനി എന്ന് പറയുന്ന ഗ്രഹം സ്വന്തം ക്ഷേത്രമായ കുംഭൻ രാശി വിട്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശനിയുടെ ഈ മാറ്റം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ശനിയെക്കുറിച്ച് ഒരു ജ്യോത്സ്യൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഏഴരശനിയാണോ കണ്ടകശനിയാണോ ജാതകത്തിൽ ശനി എവിടെയാണ് ചന്ദ്രാൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ പോലൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആദ്യമേ തന്നെ പറയട്ടെ, ശനിയെ അങ്ങനെ ഭയക്കേണ്ട ഒരു ഗ്രഹമൊന്നുമല്ല. ശനി അത്ര ദുഷ്ടനൊന്നുമല്ല. പക്ഷേ ശനിയെ ഭയക്കണം ആരാണ്? നീതിബോധമില്ലാത്ത, ധർമ്മബോധമില്ലാത്ത, സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത, കുടുംബത്തോട് പ്രതിബദ്ധതയില്ലാത്ത, ദാനധർമ്മം ചെയ്യാത്ത, കള്ളത്തരവും കാപട്യവും ഒക്കെ കാണിച്ച് മറ്റുള്ളവൻ്റെ ധനങ്ങളെ ചൂഷണം ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശനിയെ ഭയക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ശനിയെ ഭയക്കേണ്ട കാര്യമില്ല. മറ്റൊന്നുകൂടി മനസ്സിലാക്കുക, ശനി ദശാകാലത്തെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നതോ നേടിയതയൊക്കെ ഉള്ളൂ നമ്മളുടെ തലമുറകൾ സന്താനങ്ങൾക്ക് കൈമാറാൻ നമ്മളുടെ കയ്യിൽ ഇരുമ്പ് പോലെ നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ വ്യാഴത്തിൻ്റെ ദശാകാലത്തിലോ അല്ലെങ്കിൽ ശുക്രൻ്റെ ദശാകാലത്തിലോ ഒക്കെ നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ ആ ദശാകാലം തീർന്നതോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പം ശനിയുടെ ദശാകാലത്തെങ്കിൽ നമ്മൾ നേടിയത് നമ്മളുടെ കയ്യിൽ എന്നും ഉറച്ച് തന്നെ നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാണ്ട് നമ്മുടെ ജാതകത്തിൽ ശനി എവിടെയാണ് നിൽക്കുന്നത്, ദോഷഭാഗത്തിലാണോ നല്ല ഭാഗത്തിലാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം ശനിയുടെ ദോഷങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ. കൂടാണ്ട് തന്നെ ഈ ശനിയുടെ സഞ്ചാരം നടക്കുന്നതിനൊപ്പം തന്നെ നമ്മൾക്ക് ദശാകാലം കൂടെ നോക്കണം. രാഹുവിൻ്റെ ദശ, കേതുവിൻ്റെ ദശ, അല്ലെങ്കിൽ സൂര്യൻ്റെ ദശ, ചന്ദ്രൻ്റെ ദശ, ഇങ്ങനെയുള്ള ദശാകാലങ്ങളിലൊക്കെ ശനിയുടെ ഈ പറയുന്ന സഞ്ചാരം നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഈ ശനിയുടെ മാറ്റം, മീനം രാശിയിലേക്കുള്ള ശനിയുടെ മാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് ഓരോ രാശിക്കാർക്കും തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഏഴരശനി ആർക്കൊക്കെയാണ്, കണ്ടകശനി ആർക്കൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മീനത്തിൽ ശനി വരുമ്പോൾ കുംഭം കൂറുകാർക്ക്, അതായത് അവിട്ടമര, ചതയം, പൂരൂരുട്ടാതി, മുക്കാലു വരെയുള്ള നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ അവസാനത്തെ 2.5 വർഷക്കാലമാണ്. മീനത്തിൽ ശനി വരുമ്പോൾ മീനക്കൂറുകാർക്ക് ജന്മശനിയാണ്. അതായത് പൂരൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ജന്മശനി. ശനി മീനത്തിൽ വരുമ്പോൾ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നീ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭവുമാണ്. അപ്പോൾ ഏഴര ശനി അപ്പോൾ കുംഭം, മീനം, മേടം എന്നീ രാശിക്കാർക്കാണ്. ഇതിൽ മകരം രാശിക്കാർക്ക് മീനത്തിലേക്ക് ശനി മാറുമ്പോഴത്തേക്ക് അവരുടെ ഏഴര ശനി അവിടെ തീരുകയാണ്. കണ്ടകശനി അനുഭവിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിഥുനം രാശി, കന്നി രാശി, ധനുരാശി എന്നീ രാശികളുള്ളവർക്കാണ് കണ്ടകശനി. മിഥുനം രാശിക്കാർക്ക് 10ലാണ് കണ്ടകശനി, മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാല്. കന്നി രാശിക്കാര് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര, ഇവർക്ക് 7ലാണ് കണ്ടകശനി. ഇനി മൂലം, പൂരാടം, ഉത്രാടം, കാല്, ധനുരാശി, ഇവർക്ക് 4ലാണ് കണ്ടകശനി വരുന്നത്. 12 രാശികളിലായിട്ട് 27 നക്ഷത്രക്കാർക്ക് എന്താണ് ഫലം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മേടം രാശി. മേടം രാശിക്ക് ഏഴര ശനി തുടങ്ങുകയാണ്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ ചെലവുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. അതിന് പരിഹാരം എന്ന് പറയുന്നത് ഗണപതിക്ക് കറുകമാല, മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ, ആഞ്ജനേയ സ്വാമിക്ക് വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് ഈ ശനിയുടെ ദോഷത്തിന് കടുപ്പം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി കാർത്തിക, മുക്കാല, രോഹിണി, മകയിരമര, ഇവർക്ക് കണ്ടകശനി കഴിഞ്ഞ് 11-ൽ ശനി വരികയാണ്. ഇവർക്ക് ശനിമാറ്റം നല്ലതാണ്.
അപ്പം ഇവർക്ക് നല്ല ഗുണങ്ങൾ ഈ 11-ൽ ശനി വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അടുത്ത മിഥുനം രാശിയാണ്. മിഥുനം രാശി മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാല്. മിഥുനം രാശിക്ക് കണ്ടകശനി തുടങ്ങുകയാണ്. 10-ലാണ് അവർക്ക് കണ്ടകശനി. തൊഴിൽ പ്രശ്നം, മേലധികാരികളുടെ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, കർമ്മരംഗത്ത് അനാവശ്യമായ പേരുദോഷം എന്നിവയൊക്കെ ആയിരിക്കും ഫലം. തൊഴിൽപരമായിട്ടുള്ള അലച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് പരിഹാരമായിട്ട് അയ്യപ്പന് നീരാഞ്ജനം, എള്ളുതിരി, എള്ളുപായസം, ആഞ്ജനേയസ്വാമിക്ക് വഴിപാടുകൾ, പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്തത് കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ പുണർതം, കാല്, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് 9-ൽ ശനി ഒരു പരിധിവരെ കൊള്ളാം. 8-ൽ നിന്ന് 9-ലേക്കാണ് ശനി വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന വ്യാഴമാറ്റം കൂടെ അവർക്ക് ചെറിയ ദുരിതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമ്മിശ്ര ഫലത്തെ പറയും. അപ്പോൾ അതുകൊണ്ട് പഞ്ചാക്ഷരി നല്ലപോലെ ജപിക്കുക, ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ആഞ്ജനേയ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക, എള്ളുതിരി കത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദോഷഫലത്തെ കുറയ്ക്കുന്നതായിരിക്കും. അടുത്തത് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശി എന്ന് പറയുമ്പം മകം, പൂരം, ഉത്രം, കാലാണ്. ചിങ്ങൻ രാശി കണ്ടകശനി മാറിയിട്ട് അഷ്ടമശനി ആവുകയാണ്. അത്ര ഉത്തമമല്ല, എന്നാലും കുഴപ്പമില്ല. ശിവന്, അയ്യപ്പൻ, ഗണപതി ഇങ്ങനെയുള്ള ദേവതകൾക്ക് വഴിപാടുകൾ ചെയ്യുക, അവരെ ഉപാസിക്കുക, ശനിയെ ഉപാസിക്കുക, ഇതൊക്കെയാണ് ദോഷം മാറാനുള്ള പരിഹാരം. അടുത്തത് കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയര. 6-ൽ നിന്ന് 7-ലേക്കാണ് ശനിയുടെ യാത്ര. അവർക്ക് കണ്ടകശനിയാണ്, 7-ൽ കണ്ടകശനിയാണ്. കുടുംബ ബന്ധങ്ങളുമൊക്കെ സൂക്ഷിക്കുക. ഭാര്യാഭർത്തൃ ബന്ധം, പരസ്പരമുള്ള ബന്ധുമിത്രാദികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ പുരുഷ സംബന്ധമായിട്ടൊക്കെ പേരുദോഷം കേൾക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നിവൃത്തി സ്ഥാനം കൂടിയാണ് 7-ാം ഭാവം. അപ്പം പല കാര്യങ്ങൾക്കും ഒരു ഫൈനൽ റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ശിവന് പഞ്ചാക്ഷരി ജപിക്കുക, ആഞ്ജനേയസ്വാമി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ നിത്യവും ഉപാസിക്കുക, കറുകമാല ഗണപതിക്ക് സമർപ്പിക്കുക, ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. 5-ൽ നിന്ന് 6-ലേക്കാണ് ശനിയുടെ പകർച്ച. അത്ര ദോഷം പറയാനില്ല, എന്നാലും ശാരീരിക സ്ഥിതിയൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ആഞ്ജനേയ സ്വാമിക്കും ഗണപതി ഭഗവാനും ഒക്കെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. 4-ലെ കണ്ടകശനി കഴിഞ്ഞ് 5-ലേക്ക് മാറുകയാണ് ശനി. ഏറെ ബുദ്ധിമുട്ടിരുന്ന ഒരു കാലമായിരുന്നു. അല്പം മനസ്സമാധാനമൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇനിയും വരാൻ പോകുന്നത്. എപ്പോഴും മനസ്സ് പോസിറ്റീവായി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 5-ാം ഭാവം മനസ്സിൻ്റെ ഭാഗമാണ്. അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പോസിറ്റീവായുള്ള തോട്ട്സൊക്കെ വയ്ക്കുക. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രം ധാരാളമായിട്ട് പഞ്ചാക്ഷരി ജപിക്കുക, ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ഗണപതിക്ക് അല്ലെങ്കിൽ മുരുകന് വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് പറയാം. അടുത്തത് വരുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, കാല്. 4-ൽ ശനിയാണ്, അതായത് കണ്ടകശനിയാണ്. 4-ൽ കണ്ടകശനി. അപ്പോൾ കുടുംബാന്തരീക്ഷം, വീടിന് അനാവശ്യമായ വീട് പണിയും കാര്യങ്ങളും വരിക, വാഹനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക, മാതാവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ മാതാവുമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ബന്ധുമിത്രാദികളുമായിട്ട് ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനിയും വരാൻ പോകുന്ന 2.5 വർഷക്കാലം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ശനീശ്വരനെ നല്ലപോലെ ഭജിക്കുക, മഹാദേവനെ ഭജിക്കുക, ആഞ്ജനേയ സ്വാമിയെ ഭജിക്കുക. യഥാശക്തി വഴിപാടുകൾ, ഇന്ന വഴിപാടെന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക. പിന്നെ കൂടുതൽ നിങ്ങൾ ഉപാസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുക. കുറേ കാശ് കൊടുത്ത് അമ്പലത്തിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പൂജ ചെയ്യിപ്പിച്ചിട്ടോ ഒരു കാര്യവുമില്ല. കുറേ കല്ലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്താൽ ദോഷങ്ങൾ മാറുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കടമകൾ, നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റൊരാൾ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. നിങ്ങൾ നന്നാവാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക.
അടുത്തത് മകരം രാശിയാണ്. ഏഴര ശനിയിൽ നിന്ന് മകരം രാശിയിലുള്ള നക്ഷത്രക്കാർ ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടവര എന്നീ നക്ഷത്രക്കാരെ രക്ഷപ്പെടുകയാണ്. ഇവർക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന് നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു ടൈമാണ് ഇനിയുള്ള സമയം. അവർ സ്വാഭാവികമായിട്ടും അത്യാവശ്യം പഞ്ചാക്ഷരിയൊക്കെ ജപിച്ച് ഇരുന്നാൽ അത് തന്നെ ധാരാളമാണ്. അടുത്ത കുംഭൻ രാശിയാണ്. കുംഭൻ രാശി ജന്മശനി മാറിയിട്ട് ഏഴര ശനിയുടെ അവസാനത്തെ ഘട്ടമാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ പറഞ്ഞതുപോലെ ശനിയുടെ മന്ത്രങ്ങൾ, നീരാഞ്ജനം, അയ്യപ്പൻ നീരാഞ്ജനം, എള്ളുതിരി, എള്ളു പായസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ശനിയുടെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതാണ് മീനക്കൂറ്. മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴര ശനിയുടെ മധ്യഭാഗമാണ്, അതായത് ജന്മത്തിലാണ് ശനി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഏഴര ശനി കാലത്തെങ്കിൽ കുറച്ച് ദോഷം കൂടുതലായി ഭവിക്കുന്നത് ഈ ജന്മശനിയിലാണ്. അപ്പോൾ ഈ ജന്മശനി ഉള്ളതുകൊണ്ട്, പിന്നെ വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സമാധാനം. കാരണം സമൻ്റെ രാശിയാണ് ശനി വന്ന് നിൽക്കുന്നത്, രാശി മീനം രാശി. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. എന്നാലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദങ്ങൾ, മറ്റുള്ളവർക്ക് പണം കൊടുക്കുക, മറ്റുള്ളവരുടെ നിന്ന് പണം മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്തെങ്കിലും തരത്തിലുള്ള കേസുകളും അല്ലെങ്കിൽ ബഹളങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മെയിനായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, അപവാദം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജന്മശനിയുള്ള, അതായത് മീനക്കൂറുകാർ ആഞ്ജനേയസ്വാമിയെ ഭജിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ശനിയുടെ മന്ത്രം നല്ലപോലെ ഒരു 108 തവണയെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം ജപിക്കാൻ ശ്രമിക്കുക. അയ്യപ്പന് നീരാഞ്ജനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശനിയുടെ ദോഷത്തെ കുറച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് 12 രാശികളിലായിട്ട് വരുന്ന നക്ഷത്രക്കാർക്ക് ഉള്ള ഗുണവും ദോഷവും. ശനിയുടെ ഈ ദോഷഫലങ്ങൾ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നുകൂടി നോക്കണം. നമ്മുടെ ചന്ദ്രാൽ 2, 5, 7, 9, 11 എന്നീ ഭാഗത്തിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ ഒരു വർഷക്കാലം വലിയ ദോഷമില്ലാതെ, ശനിദോഷം ഏൽക്കാതെ നമ്മൾ കടന്നു പോകും. 6ലോ 8ലോ ആണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ നമുക്ക് ശനിയുടെ നല്ലപോലെ ദോഷങ്ങൾ ഉണ്ടാവും. മറ്റു തലത്തിലുള്ള ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് എന്നുകൂടി നോക്കേണ്ടതാണ്. ഏഴര ശനികാലത്തെങ്കിലും കണ്ടക ശനികാലത്തിലും ഉണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് വിദേശവാസം. പണ്ട് വിദേശത്ത് പോകുന്നത് അവനവൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമോ ഒക്കെയാണ് വിദേശത്ത് പോവുക. ആർക്കും അന്ന് ദേശം വിട്ട് അവനവൻ്റെ രാജ്യം വിട്ട് പോകുന്നത് ഇഷ്ടമുണ്ടായിരുന്ന കാര്യമല്ല. ഇന്നതല്ല, എല്ലാവർക്കും വിദേശത്ത് പോകാനാണ് ഇഷ്ടം. അപ്പം വിദേശത്ത് പോകുന്നത് അല്ലെങ്കിൽ ഈ ഏഴര ശനി കാലത്തെങ്കിലോ അല്ലെങ്കിൽ കണ്ടക ശനി കാലത്തെങ്കിലാണ് മിക്കവാറും വിദേശത്ത് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക. മറ്റൊന്നാണ് ഗൃഹനിർമ്മാണം, വീട് നിർമ്മിക്കുക. കാരണം നമ്മൾ കുറച്ച് കാശൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീട് പണി തുടങ്ങുക. കുറച്ചങ്ങോട്ടാകുമ്പോഴത്തേക്ക് കയ്യിലെ കാശ് തീരാൻ തുടങ്ങും, ബുദ്ധിമുട്ടുകൾ ധാരാളമാകും. ആ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ, മെയിനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഈ സമയത്താണ് നമുക്ക് നിർമ്മിക്കാനുള്ളൊരു സമയം ഉണ്ടാവുക. മറ്റൊന്നാണ് വിവാഹം. വിവാഹം എന്ന് പറയുമ്പം 2 വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ ഒരേ കുടക്കീഴിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ കണ്ടകശനി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇടരശനി കഴിയുമ്പോഴോ അതൊക്കെ ശീലമാകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് സാമ്പത്തിക പരാധീനതകൾ. അതിലും എടുത്തു പറയേണ്ട ഒന്നാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ. ചിലർക്ക് കുറച്ചുകൂടെ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഈ സമയത്തൊക്കെ ഉണ്ടാകും. വാദസംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റുകയില്ല. അപ്പം ധനപരമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, അപഖ്യാതികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വിദേശവാസം, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം, അതല്ലെങ്കിൽ വിവാഹം, ഇതൊക്കെ ഈ ഏഴര ശനികാലത്തെങ്കിലോ അല്ലെങ്കിൽ കണ്ടക ശനികാലത്തെങ്കിലോ ആണ് സാധിക്കുന്നത്. ഇതിൽ നല്ലത്, ഇപ്പം വിവാഹം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് വിദേശവാസം നല്ലൊരു കാര്യമാണ്,
അല്ലേ? നമുക്ക് എല്ലാമായിട്ട് പൊരുത്തപ്പെട്ട, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവുമായിട്ടും നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് വരാനുള്ള സമയത്ത് ആ കഷ്ടതയാണ് നമ്മൾ ഈ 7.5 ശനി അല്ലെങ്കിൽ കണ്ടകശനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തി ചാറ് വാരുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്ന ഒരാളെന്ന് ആയിട്ട് നമ്മൾ ഒരിക്കലും ശനിയെ കാണരുത്. നമ്മളെ എന്തുമായിട്ടും പൊരുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഏത് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ശനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതുപോലുള്ള കുറേ ദോഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത് നോക്കാം. ശനിക്ക് പരിഹാരം എന്താണ് ചെയ്യുക? അപ്പോൾ അതിനു മുമ്പ് മറ്റൊന്നും കൂടി പറയാം. കണ്ടകശനി ഉള്ളവർക്ക് 4, 7, 10 ഭാവങ്ങളിലാണ് ശനി വരുമ്പോൾ കണ്ടകശനി പറയുക. 4-ാം ഭാവം എന്ന് പറയുന്നത് വീട്, അവനവൻ്റെ മാതാവ്, ഗൃഹം, വാഹനം, ഇതൊക്കെയാണ്. ഇത് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും അതിൽ നിന്നുള്ള പ്രയാസങ്ങളുമായിരിക്കും 4-ൽ ശനി വരുമ്പോൾ നമുക്ക് അനുഭവിക്കുക. വീട്ടിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുക, വീടിൻ്റെ ഗൃഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരിക, ഗൃഹത്തിന് മോടി കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ചിലവുകൾ വരിക, വാഹനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ചിലവ് വരിക, പിന്നെ മാതാവിന് എന്തെങ്കിലും അസുഖങ്ങളോ മാതാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബന്ധുമിത്രാദികളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ, ഇതൊക്കെ 4-ാം ഭാവം കൊണ്ട് 4-ൽ ശനി വരുമ്പോൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ മീനത്തിലേക്ക് ശനി സഞ്ചരിച്ചു കഴിയുമ്പോൾ 4-ാം ഭാവം എന്ന് പറയുന്നത് ധനുവാണ്. അപ്പോൾ ധനു രാശിക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് കന്നി രാശിയാണ്. കന്നി 7-ലാണ് ശനി നിൽക്കുക. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ റിലേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുക, ഇവരുടെ ബന്ധുമിത്രാദികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾ കാരണം അല്ലെങ്കിൽ പുരുഷന്മാർ കാരണമോ എന്തെങ്കിലും തരത്തിലുള്ള അപകീർത്തികൾ കേൾക്കുക, ബുദ്ധിമുട്ടുകളുണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 7-ൽ ശനി വരുന്നതുകൊണ്ടുണ്ടാകും. മറ്റൊന്നാണ് പല കാര്യങ്ങൾക്കും ഒരു ഫൈനൽ റിസൾട്ട് കിട്ടാതെ വരിക. ഇതും 7-ാം ഭാവത്തിൽ ശനി വരുന്നതുകൊണ്ടുണ്ടാകുന്നതാണ്. ഒന്നിനും ഒരു നിവൃത്തിയില്ലാതിരിക്കുക, ഒന്നിനും ഒരു ഫലപ്രാപ്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയും ഈ 7-ൽ ശനി വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. മറ്റൊന്നാണ് 10-ൽ ശനി വരുമ്പോൾ. 10-ൽ ശനി വരുമ്പം കർമ്മഭാഗമാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊഴിൽപരമായ അലച്ചിലുണ്ടാകുക, ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അപകീർത്തി ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുടെ മോശമായ അവസ്ഥയ്ക്ക് നമ്മൾ പാത്രമാകുക, ജോലിയിൽ നിന്ന് നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ, ശരിയായ രീതിയിൽ സാലറി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി കിട്ടാതിരിക്കുക, ഇങ്ങനെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളാണ് നമ്മൾ 10-ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എവിടെയാണോ കണ്ടകശനി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഭാവങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ഈ ദോഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇനി ഇതിന് പരിഹാരം എന്താ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, മഹാദേവൻ ഈശ്വരകാരകത്വം കൊടുത്ത ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ അതുകൊണ്ട് ശനിയെ ഉപാസിക്കുക വഴി ശനിയുടെ ദോഷങ്ങൾ അകലുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ശനിയുടെ മന്ത്രങ്ങൾ നമുക്കറിയാം. ഓം ശനീശ്വരായ നമഃ. മറ്റൊന്നാണ് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഈ മന്ത്രം കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. 21 കുറഞ്ഞതാണ്, 108 ജപിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പം അത്രയെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ അത്രയും കടുപ്പം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അപ്പം ശനിയെ ഉപാസിക്കുക. കൂടാണ്ട് ശനിയുടെ ദോഷത്തിന് പറയുന്നതാണ് ശാസ്താവ്, ഹനുമാൻ സ്വാമി, ഗണപതി, മഹാദേവൻ. ഇങ്ങനെയുള്ള ദേവതകളെ ഉപാസിക്കുക വഴി നമുക്ക് ശനിയുടെ ദോഷങ്ങളെ അകലും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ശിവപഞ്ചാക്ഷരി ഓം നമഃ ശിവായ ജപിക്കുക, അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കുക, കൂടാണ്ട് എള്ളു പായസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, എള്ള് തിരി കത്തിക്കുക, ഹനുമാൻ സ്വാമിയെ വിളിക്കുകയും ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവരെ ശനി ബുദ്ധിമുട്ടിക്കത്തില്ലെന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് ഗണപതി ഭഗവാന്റെ ഭജനം, ഗണപതിയെ ഭജിക്കുക. ഇങ്ങനെയുള്ള ഭജനയിൽ കൂടി അല്ലെ ഇങ്ങനെയുള്ള മന്ത്രജപത്തിൽ കൂടി ശനിയുടെ ദോഷങ്ങളുടെ കടുപ്പം കുറയും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിനുള്ള പരിഹാരം. ഇനി നമുക്ക് നോർമലി നമ്മളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. നിത്യവും കാക്കയ്ക്ക് അല്പം എള്ളും കൂടെ ചേർത്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. കൂടാതെ നമ്മുടെ വീട്ടിൽ നായ ഉണ്ടെങ്കിൽ ചപ്പാത്തിയിൽ കടുകെണ്ണ പുരട്ടിയിട്ട് നായയ്ക്ക് കൊടുക്കുന്നത് ശനിദോഷം മാറാൻ ഉത്തമമാണ്.
ഇനി മറ്റൊന്നാണ് നമ്മുടെ ഉമ്മറപ്പടിയിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നമ്മൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ എള്ള് തിരി വെച്ച് എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് ശനിദോഷം മാറാൻ നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ വീടിനകത്തല്ല കത്തിക്കേണ്ടത്, വീടിന് വെളിയിലാണ് കത്തിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിന് വെളിയിൽ കത്തിക്കുക. ഇത് കത്തിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശനിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ശനിദോഷം മാറാൻ നല്ലതാണ്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ശനിയുടെ ഇത്രയും ദോഷങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും ഇതേ ദോഷങ്ങളാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പം ഈ വരുന്ന മെയ് മാസത്തിൽ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. വ്യാഴത്തിൻ്റെ അവസ്ഥയും കൂടെ നോക്കിയിട്ട് വേണം ശനിയുടെ ദോഷങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒന്നാണ് നിങ്ങളുടെ ദശാകാലം, നിങ്ങളുടെ നാളിനനുസരിച്ച് നിങ്ങളുടെ ദശാകാലം ഏതാണ്. ഇപ്പോൾ രാഹു ദശാകാലം, കേതു ദശാകാലത്തെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ശനിയുടെ ദോഷങ്ങൾ കുറച്ച് കൂടിയിരിക്കും. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദശയിലോ അല്ലെങ്കിൽ സൂര്യൻ്റെ ദശയിലോ, കാരണം ചന്ദ്രനും സൂര്യനും ശനിയുടെ ശത്രുക്കളാണ്. അപ്പോൾ ഇവിടെ ശനിയുടെ ശത്രുമിത്രസ്ഥിതിയും കൂടെ നോക്കിയിട്ട് വേണം ഈ ദോഷത്തിൻ്റെ കടുപ്പമൊക്കെ നമ്മൾ നിർവചിക്കുവാൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരാളെ കണ്ടുടനെ നിങ്ങൾക്ക് ഇന്നതാണ് ദോഷം എന്നുള്ളത് പറയരുത്. പല കാര്യങ്ങൾ അതിൽ നോക്കിയിട്ട് വേണം ശനി എത്ര കണ്ട് ദോഷം നമുക്ക് തരും അല്ലെങ്കിൽ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ. അപ്പോൾ വ്യാഴദൃഷ്ടി നോക്കണം, നമ്മുടെ ദശാകാലം നോക്കണം, ശനി നമ്മുടെ ജാതകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് രാശിയിലാണ്, ഏതാം ഭാവത്തിലാണ് എന്ന് ഒക്കെയുള്ളത് നോക്കിയിട്ട് വേണം നമ്മുടെ ശനിയുടെ ദോഷത്തെ നിർവചിക്കാൻ. അല്ലാതെ കേട്ടപാടെ ശനിദോഷമാണ് ഇതെല്ലാം എനിക്ക് വരും എന്നും പറഞ്ഞ് ശനിയെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ശനി അത്രയും ദോഷകാരിയല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം നമ്മൾ നല്ല രീതിയിൽ നീതിയുക്തമായി ധർമ്മബോധത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തന്നെ ശനി നമുക്ക് ശാന്തമായി സ്വസ്ഥമായി ആ കാലം കടന്നു പോകും. നമുക്ക് അല്ലറ ചില്ലറ ചിലപ്പം പ്രായമൊക്കെ വരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അല്ലാതെ നമുക്ക് ഈ പറയത്തക്ക പ്രശ്നങ്ങൾ എപ്പോൾ വരുന്നു അങ്ങനെ ആ രീതിയിൽ ജീവിക്കുന്നവർക്കേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാർച്ച് 29 കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ശനി ആർക്കൊക്കെ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ദോഷമുണ്ട് ഗുണമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പരിഹാരങ്ങളും ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് വിട്ടുകഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. എന്തായാലും മഹാദേവനും ആഞ്ജനേയസ്വാമിയും ഗണപതി ഭഗവാനും ശനീശ്വരനുമൊക്കെ നിങ്ങൾക്ക് തുണയായി കാവലായി താങ്ങായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം.